രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 37 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാർച്ച് 16-ാം തീയതിയാണ് നടക്കുക. വോട്ടെണ്ണലും അന്നു തന്നെ നടക്കും. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് നിലവിൽ കാലാവധി ഒഴിഞ്ഞിരിക്കുന്ന സാഹചര്യമുള്ളത്? ഈ സഭയിൽ, രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഒരു കംബാക്ക് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത നിരവധി 70-ൽ പരം സീറ്റുകളിലാണ് ഈ വർഷം തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളതെന്ന് തോന്നുന്നു അല്ലെ, കാലാവധി കഴിയുന്നത്? ഏപ്രിൽ മാസത്തിൽ കാലാവധി കഴിയുന്ന 37 സീറ്റുകളിലേക്കാണ് രാജ്യസഭയിൽ ഇപ്പോൾ ബൈഎന്നിയൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാർച്ച് 16-നായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അടക്കമുള്ളവ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും മഹാരാഷ്ട്ര, തമിഴ്നാട് അതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേർ ഒഴിയുന്നത്. മഹാരാഷ്ട്രയിൽ ഏകദേശം 7 പേർ ഒഴിയുന്നുണ്ട്. ശരത് പവാർ, അതോടൊപ്പം തന്നെ പ്രിയങ്ക ചതുർവേദി, രാംദാസ് അത്താവലെ കേന്ദ്രമന്ത്രിയാണ് തുടങ്ങിയവരൊക്കെ ഒഴിയുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും തിരുച്ചി ശിവ, ജി.കെ. വാസൻ, തമ്പിദുരൈ, അതോടൊപ്പം തെലങ്കാനയിൽ നിന്നും അഭിഷേക് മനു സിംഗ് തുടങ്ങിയവരൊക്കെ ഒഴിയുന്ന 37 സീറ്റുകളിലേക്കാണ് 16 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ പ്രതിപക്ഷം നേട്ടം കൊയ്യാൻ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങൾ ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ ബീഹാറിലെ വലിയ വിജയം, മഹാരാഷ്ട്രയിലെ വലിയ വിജയമൊക്കെ ഈ നിലവിലുള്ള കോൺഗ്രസിന്റെയും അതോടൊപ്പം NCP-യുടെയും ശിവസേനയുടെ മറ്റ് സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുത്തുന്നുണ്ട്. ഛത്തീസ്ഗഡിലും സമാനമായ സാഹചര്യം. തെലങ്കാനയിൽ മാത്രമാണ് വീണ്ടും 2 സീറ്റുകൾ നേടാനുള്ള ഒരു സാഹചര്യമുള്ളത്. ഏതായാലും 16-നാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അന്ന് തന്നെ വോട്ടെണ്ണലും ഉണ്ടാവും. ശരി, പി ബസന്ത് വിവരങ്ങൾ നൽകുന്നു.